കുറുക്കനോ ചെന്നായിയോ പിടിച്ചു തിന്നുമോ എന്ന പേടിയിലാണ് കുഞ്ഞാടുകൾ ജീവിതകാലം മുഴുവൻ കഴിയുന്നത്. എന്നാൽ തീറ്റിപ്പൂറ്റിയ ഇടയൻ തന്നെ ഒട്ടും നനയ്ക്കാത്ത നേരത്ത് തങ്ങളെ കഴുത്തറുത്ത് ചുട്ടു തിന്നാൻ പോകുന്നുവെന്ന് കുഞ്ഞാടുകൾ സ്വപ്നത്തിൽ പോലും കാണില്ല. സഭാ നിയമങ്ങൾ സംബന്ധിച്ച് അജ്ഞരും വിശ്വാസത്തിൽ വേരോട്ടമില്ലാത്തവരും അല്പവിശ്വാസികളുമായ സീറോ മലബാർ സഭയിലെ കുഞ്ഞാടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. തരം കിട്ടുമ്പോഴൊക്കെ പിതാക്കന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മെത്രാന്മാർ സഭയുടെ ഏറ്റവും ദയനീയമായ ഈ അവസ്ഥയിൽ പോലും അനുദിനം വിശ്വാസികളെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നതും മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല. മെത്രാന്മാർ സഭയുടെ അടിസ്ഥാന നിയമങ്ങളെയും ആധാരശിലകളെയും അട്ടിമറിച്ച് മതിച്ച് രസിക്കുന്നത് കണ്ടിട്ട് ഭൂരിപക്ഷം വിശ്വാസികൾക്കും ഒരു പ്രശ്നമേ തോന്നുന്നില്ല എന്നത് വലിയൊരു ദുരന്തമാണ്. ഇത്രയെല്ലാം അധപ്പതനം കണ്ടിട്ടും അവരുടെ ഉള്ളു കൊള്ളാത്തത് വിശ്വാസ ദാരിദ്ര്യത്തിന്റെ തെളിവാണ്. ആരാണ് പുരോഹിതരെന്നും എന്താണ് അവരുടെ ദൗത്യമെന്നും വിശ്വാസിക്ക് അറിയില്ല. കാല് പിടിച്ചും കള്ളച്ചിരി ചിരിച്ചും വോട്ട് വാങ്ങി മന്ത്രിയാകുന്നവൻ ജനത്തിന്റെ കാശ് കൊണ്ട് ബംഗ്ലാവിൽ താമസിക്കും. മുന്തിയ വണ്ടിയിൽ പോലീസ് അകമ്പടിയോടെ നാട് ചുറ്റും. ചന്തയ്ക്ക് പോകുന്നതും സിനിമയ്ക്ക് പോകുന്നതും ജനത്തിന്റെ നികുതി കാശ് കൊണ്ട് വാങ്ങിയ ആഡംബര വണ്ടിയിൽ. ഗതാഗത കുരുക്കിൽപ്പെട്ട് ജനം വെയിൽ കൊണ്ട് പൊരിഞ്ഞും ആരെയൊക്കെ ശപിച്ചും വഴിയിൽ കിടന്നു സ്വയം പഴിക്കുമ്പോൾ പോലീസിന്റെ അകമ്പടി വാഹനങ്ങൾ ഒരുക്കി കൊടുത്ത വഴിയെ ചുവപ്പ് സിഗ്നൽ ചാടി മന്ത്രി വണ്ടി ചീറിപ്പാഞ്ഞു പോകും. ആ പോക്കിൽ അയാൾ ജനത്തെ നോക്കി കൊഞ്ഞനം കുത്തും. സർക്കാരിന്റെ ബസ്സിൽ അയാൾ ആയുഷ്കാലം സൗജന്യ യാത്ര നടത്തും. 3 കൊല്ലം അസംബ്ലിയിൽ കുത്തിയിരുന്നതിനും ഉറക്കം തൂങ്ങിയതിനും അയാളും അയാളുടെ പുറം ചൊറിഞ്ഞതിന് ശിങ്കിടികളായ 30 പേരും ജനത്തിന്റെ കാശ് കൊണ്ട് ശിഷ്ടകാലം ജീവിക്കും. ട്രെയിനിൽ പോകുമ്പോൾ അയാൾ കക്കൂസിലേക്ക് പോകുന്നതിന് പോലും പോലീസ് കൂട്ടിനുണ്ട്. അയാൾക്ക് ഒരിടത്തും ക്യൂ നിൽക്കണ്ട. എന്ത് വിഡ്ഢിത്തം എഴുന്നള്ളിച്ചാലും മാധ്യമങ്ങളിൽ പേരും പടവും വരും. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ ജീവിതവും ഇതുതന്നെ. സെമിനാരി പഠനം മുതൽ അവസാനം മഞ്ചലേറ്റുന്നത് വരെ സകലതും വിശ്വാസികളുടെ ചെലവിൽ. അരിമേടിക്കാൻ ചന്തയിൽ പോകണ്ട, അന്തി ഉറങ്ങാൻ ഇടം തേടേണ്ട, അരപ്പട്ട കെട്ടാനും വടിയും തൊപ്പിയും എടുക്കാനും കൊടുക്കാനും അകമ്പടിയുണ്ട്. ഒരു നിയമവും കീഴ്വഴക്കങ്ങളും അവർക്ക് ബാധകമല്ല. സകല സഭാവിശ്വാസികൾക്കും ബാധകമെന്ന് പ്രഖ്യാപിച്ച കൽപ്പനകൾ പോലും അവർക്കുള്ളതല്ല. ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച അവർക്ക് അത് നടപ്പാക്കണമെന്ന് താല്പര്യമേയില്ല. എങ്ങനെ നടപ്പാക്കുമെന്ന് അറിയത്തുമില്ല. മെത്രാന്മാർ ഇടവക സന്ദർശിക്കുമ്പോൾ അവർക്ക് ഏകീകൃത കുർബാന ചൊല്ലാൻ വികാരി സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഉത്തരവിട്ട മെത്രാന്മാരോട് വികാരി പറയും, താൻ ഇവിടെ വന്ന് കുർബാന ചൊല്ലരുത്. അത് കേട്ട് മെത്രാൻ കുർബാന ചൊല്ലാതെ വെഞ്ചരിപ്പെന്ന മട്ടിൽ വെള്ളം തെളിച്ച് വിരുന്നുണ്ട് മടങ്ങും. ഓസ്തിയില്ലാതെ കുർബാന ചൊല്ലുന്നത് മുതൽ അൾത്താരയിൽ ബലിയർപ്പണമധ്യേ വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത് വരെ ഒന്നും അവർക്ക് നിയമലംഘനമല്ല. പാപമെന്നൊരു പദം അവരുടെ നിഘണ്ടുവിലില്ല. സർക്കാർ കോടീശ്വരന്മാരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നത് പോലെ മെത്രാന്മാർ ഏത് പാപവും നിയമലംഘനവും രമ്യമായി പരിഹരിച്ചു എന്ന അടിവരയിൽ എഴുതിത്തള്ളും. സമീപകാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വെഞ്ചരിപ്പ് നടന്ന പള്ളികളിൽ കുർബാന കൂടാതെ വെള്ളം തളിക്കൽ കൊണ്ട് ആ കർമ്മം പൂർത്തിയാക്കിയതിൽ ഒരു മെത്രാനും വൈദികനും ഒരു പോരായ്മയും തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം മരട് സെന്റ് ജാന പള്ളിയിലും പാമ്പ്ലാനി വന്ന് വെള്ളം തളിച്ചു മടങ്ങി. കുർബാന ഇല്ലാതെ എന്ത് വെഞ്ചരിപ്പ് എന്ന് ആരും ചോദിച്ചില്ല. പള്ളി വെഞ്ചരിപ്പ് അഥവാ ദേവാലയ പ്രതിഷ്ഠ സംബന്ധിച്ച നിയമങ്ങൾ അറിയാത്തവരല്ല പാമ്പ്ലാനിയും വൈദികരും. വിശുദ്ധ കുർബാന അർപ്പണത്തോടുകൂടി മാത്രമേ ദേവാലയ പ്രതിഷ്ഠ പൂർണ്ണമാകൂ. താലികെട്ട്, മാല ചാർത്തൽ, ഒപ്പുവെക്കൽ ഇതൊന്നുമില്ലാതെ കല്യാണം നടത്തുന്നത് പോലെയാണ് ഈ വെഞ്ചരിപ്പ് കർമ്മവും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തിന്മ ശാവുദോഷമാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച ഈ വർഗം പരസ്യമായി ഈ മാരക പാപം ചെയ്യുന്നത് കണ്ടിട്ട് നൊമ്പരം കൊള്ളുന്ന സത്യവിശ്വാസികൾ പാമ്പ്ലാനിയെ കരിങ്കൊടിയും ബാനറും കാണിച്ച് വരവേറ്റു. പക്ഷേ കാറ്റ് പിടിക്കാത്ത കരിമ്പാറ പോലെ ദൈവഭയമില്ലാതെ പാമ്പ്ലാനിയും കൂട്ടരും നാളുകളായി ദുഷ്കൃത്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കുന്നു. പണ്ട് ഇസ്രായേൽ ജനങ്ങൾ സത്യദൈവത്തെ വിട്ട് ബാൽ എന്ന വ്യാജ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ആഹാബ് രാജാവും യെസബേൽ റാണിയും അതിന് പിന്തുണ നൽകി. അപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയ മുന്നോട്ട് വന്നു രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ എത്ര കാലം 2 മനസ്സോടെ നടക്കും? ദൈവം യഹോവയാണെങ്കിൽ അവനെ അനുഗമിക്കൂ, അല്ലെങ്കിൽ ബാൽ ദൈവമാണെങ്കിൽ അവനെ അനുഗമിക്കൂ. എന്നിട്ട് ഏലിയ ഒരു വെല്ലുവിളി ഉയർത്തി. കർമ്മല പർവ്വതത്തിൽ ഒരു പരീക്ഷണം. ബലിയൊരുക്കുവിൻ. ആരുടെ ദൈവം തീ അയച്ച് ബലി ദഹിപ്പിക്കുമോ അവനാണ് സത്യദൈവം. ബാലിന്റെ 450 പ്രവാചകർ ഒരു വശത്ത്,
മറുപക്ഷത്ത് ഒരാൾ മാത്രം, ഏലിയ. 2 ബലികൾ ഒരുങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. അവർ നിലവിളിച്ചു, നൃത്തം ചെയ്തു, തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. എന്നാൽ ഒരു ശബ്ദവും കേട്ടില്ല, ഒരു തീപ്പൊരിയും കണ്ടില്ല. ശേഷം ഏലിയായുടെ സമയമായി. അവൻ ദൈവത്തിന്റെ യാഗപീഠം പുനർനിർമ്മിച്ചു, വെള്ളമൊഴിച്ച് നിറച്ചു. അതിനുശേഷം ശാന്തനായി പ്രാർത്ഥിച്ചു, പ്രഭുവേ, നീയാണ് സത്യദൈവമെന്ന് ഇവർ അറിയട്ടെ. അന്നേരം ആകാശത്തിൽ നിന്ന് തീയിറങ്ങി, എല്ലാം ദഹിച്ചുപോയി. ജനങ്ങളെല്ലാം വിറച്ചു വീണു. യഹോവ തന്നെയാണ് ദൈവം, യഹോവ തന്നെയാണ് ദൈവം എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു. ഏലിയ പ്രവാചകൻ മാത്രം രാജാവിന് മുമ്പിൽ സത്യത്തിന്റെ ശക്തിയോടെ ശബ്ദമുയർത്തി. സത്യം ഭൂരിപക്ഷത്തിലല്ല, ദൈവത്തോടുള്ള വിശ്വാസത്തിലാണ്. ബാബേൽ ഗോപുരവും സോദോം ഗോമറയും നശിപ്പിച്ച ദൈവം ഈ സഭയിലെ കൊള്ളരുതായികളെല്ലാം കണ്ട് എന്നും കണ്ണടയ്ക്കുമെന്ന് മെത്രാന്മാർ വിചാരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, ഏറ്റവും വിനയത്തോടെ, സ്നേഹത്തോടെ, വേദനയോടെ ഏതാനും ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇവയ്ക്ക് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഉത്തരം നിങ്ങൾ മനസാക്ഷിയിൽ കുറിച്ചു വെക്കണം. മെത്രാന്മാരും എറണാകുളം രൂപതയിലെ വിമത വൈദികരും കൂടിയാണ് സീറോ മലബാർ സഭയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുവെങ്കിൽ ഈ ദുരവസ്ഥയിൽ നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടോ? ഒന്നായി കഴിഞ്ഞിരുന്ന ഒരു വിശ്വാസി സമൂഹത്തെ പരസ്പരം കടിച്ചു കീറുന്ന വിധം ഭിന്നിപ്പിച്ച ഈ മെത്രാൻ വൈദിക കൂട്ടുകെട്ടിനെ നിങ്ങൾ ഇപ്പോഴും ആദരിക്കുന്നുണ്ടോ? നിങ്ങളുടെയോ മക്കളുടെയോ മാമോദിസ, ആദ്യ കുർബാന, വിവാഹം തുടങ്ങിയ കൗദാശിക കർമ്മങ്ങൾ സഭാ നിയമപ്രകാരം നിങ്ങളുടെ സ്വന്തം ഇടവക പള്ളികളിൽ നടന്നു കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിന് നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലേ? അവ നിർവഹിക്കാൻ നിയുക്തരും ബാധ്യസ്ഥരുമായ വൈദികർ അവ നിഷേധിച്ചാൽ നിങ്ങൾ മൗനം പാലിക്കുമോ, പ്രതികരിക്കുമോ? വികാരിമാർ സഭ വിലക്കിയ കുർബാന തുടരുകയും സഭ അനുവദിച്ച കുർബാന നിഷേധിക്കുകയും അഥവാ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഏറ്റവും അസൗകര്യമുള്ള സമയത്ത് ചൊല്ലുന്നത് വിശ്വാസികളെ ദ്രോഹിക്കുന്ന പ്രതികാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ അത്രയുമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നാണോ നിങ്ങളുടെ ആശ്വാസം? ആത്മീയ വിരുന്നായ പരിശുദ്ധ കുർബാനയെ മെത്രാന്മാരും വൈദികരും കൂടി വർഷങ്ങളായി അവഹേളിക്കുന്നതായി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിൽ നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലേ? സാധാരണ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ വേദന തോന്നുകയും ശക്തമായി പ്രതികരിക്കുകയും എതിർക്കുകയും ചെയ്യാറില്ലേ നിങ്ങൾ? എന്നാൽ പരമോന്നത ആരാധനയായ കുർബാനയും മറ്റു കൂദാശകളും എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്ന് തൃപ്തിപ്പെടുമോ? മാർപ്പാപ്പായും മെത്രാന്മാരും വിശ്വാസ സമൂഹത്തിനായി നൽകുന്ന അറിയിപ്പുകളും മറ്റും നിങ്ങൾക്ക് തരാതെ വൈദികർ നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമവും തോന്നാറില്ലേ? വിഷമം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാറില്ലേ? അതോ പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ജനാധിപത്യ ജീവിതക്രമത്തിൽ എല്ലാ അനീതികളോടും നിങ്ങൾ എടുക്കുന്ന നയം പ്രതികരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒന്നും പറയാനില്ല. അനീതിയോട് പ്രതികരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സഭയിലെ അനീതിക്ക് നേരെ മാത്രം നിങ്ങൾ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ട്? രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ സഭയിലെ വിശ്വാസികൾ എന്ന നിലയിലും നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട് എന്ന് ബോധ്യമുണ്ടോ? ജനാധിപത്യ രാജ്യത്ത് അടിമ സമ്പ്രദായത്തെ നിങ്ങൾ എതിർക്കുമെങ്കിൽ സഭാ ജീവിതത്തിൽ പുരോഹിത വർഗത്തിന്റെ മെത്രാന്മാരുടെ അടിമകളാകാൻ നിങ്ങൾ കീഴടങ്ങി കൊടുക്കുന്നത് എന്തിന്? എറണാകുളം രൂപതയിലെ ഒരു ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ ഒരു ചേട്ടനെ ഭീഷണിപ്പെടുത്തി. തന്റെ മക്കളുടെ കല്യാണമൊക്കെ ഇവിടെ നടത്താൻ പോകേണ്ടതല്ലേ, ഞങ്ങൾ പറയുന്നത് പോലെ നിന്നാൽ മതി. ആ ചേട്ടൻ തിരിച്ചടിച്ചു, അച്ഛാ, അച്ഛൻ തിന്നുന്ന ചോറും താമസിക്കുന്ന കെട്ടിടവും ഞങ്ങളുടെ കാശ. സഭ നിർദ്ദേശിച്ച കുർബാന ചൊല്ലാനാണ് തന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, തോന്നിയാസം കാണിക്കാനല്ല. എൻ്റെ മക്കളുടെ കല്യാണം ഈ പള്ളിയിൽ വെച്ച് ഏകീകൃത കുർബാനയോടുകൂടി തന്നെ ഞാൻ നടത്തും, ചുണയുണ്ടെങ്കിൽ തടഞ്ഞു. അയാൾക്ക് പിന്തുണയുമായി ഇടവക ജനങ്ങളിൽ കുറച്ചുപേർ സംഘടിച്ചപ്പോൾ അയാൾ ഒതുങ്ങി. ഓരോ ഇടവകയിലും വിശ്വാസികൾ സംഘടിക്കുക എന്നത് മാത്രമാണ് മെത്രാന്മാരുടെയും വിമത വൈദികരുടെയും ചൂഷണത്തിന് അറുതി വരുത്താനും സഭയെ രക്ഷിക്കാനുമുള്ള വഴി. വിശ്വാസികളുടെ വിയർപ്പ് കൊണ്ട് പടുത്തുയർത്തിയ പള്ളികളിൽ സഭ നിഷ്കർഷിച്ച ആത്മീയ ശുശ്രൂഷകൾ വിശ്വാസികൾക്ക് കൊടുക്കാൻ വൈദികർ തയ്യാറല്ലെങ്കിൽ വിശ്വാസികൾ കൊടുത്ത പണം തിരികെ കൊടുക്കണം. ഭയമാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മൃതരായി കഴിഞ്ഞു. ഷോലെ സിനിമയിൽ ഗബ്ബർ സിംഗ് പറയുന്നില്ലേ, ജോ ഡർ ഗയ സംജോ മർ ഗയ, ഭയപ്പെട്ടവൻ മരിച്ചു കഴിഞ്ഞു. സങ്കീർത്തനം 56:3 പറയുന്നു, ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിൽ ആശ്രയിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സഭയിലെ അനീതികൾക്കെതിരെ പോരാടാൻ ഏലിയ പ്രവാചകനെ പോലെ നിങ്ങൾ ശക്തി സംഭരിക്കുവിൻ.